ഇന്ന് നമ്മൾ വെട്ടുകേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റി ആയിട്ട് വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് വെട്ടുകേക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിൻ്റെ പുറം ഭാഗം നല്ല ക്രിസ്പിയും അകം ഭാഗം നല്ല സോഫ്റ്റും ആയിരിക്കും. അതിനായിട്ട് നമ്മൾ 1 കിലോ മൈദയ്ക്ക് 600 ഗ്രാം കണക്കിലാണ് പഞ്ചസാര എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 7 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ എടുത്താൽ മാത്രമേ ആ ഒരു പെർഫെക്റ്റ് കേക്ക് നമുക്ക് കിട്ടുള്ളൂ. ആദ്യം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 600 ഗ്രാം പഞ്ചസാര 5-6 ഏലക്ക കൂടി ചേർത്ത് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കാം. പഞ്ചസാര എപ്പോഴും പൊടിച്ച് ചേർക്കുന്നതാണ് നല്ലത്. ഇനി അതിലോട്ട് 7 മുട്ട കൂടി പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഒരല്പം സോഡാപ്പൊടിയും കളറിന് വേണ്ടിയിട്ട് ഒരല്പം യെല്ലോ കളർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കളർ ഒഴിവാക്കാവുന്നതാണ്, കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ്. ഇതുപോലെ നല്ലോണം കൈ കൊണ്ട് മിക്സ് ചെയ്ത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാക്കിയെടുക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കൈ കൊണ്ട് മിക്സ് ചെയ്താൽ മാത്രമേ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ പറ്റൂ. അതുപോലെ തന്നെ പഞ്ചസാര പൊടിച്ച് ചേർത്തെങ്കിൽ ഇതുപോലെ നല്ല ഈസി ആയിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറേശ്ശെ നമുക്ക് ആ ഒരു കൺസിസ്റ്റൻസി നോക്കി മൈദ ചേർത്ത് കൊടുക്കാം. 1 കിലോ മൈദയ്ക്ക് കറക്റ്റ് നമ്മൾ 7 മുട്ടയും 600 ഗ്രാം പഞ്ചസാര എടുത്താൽ ഇതുപോലെ പെർഫെക്റ്റ് കൺസിസ്റ്റൻസിയിൽ നമുക്ക് മാവ് റെഡിയാക്കി എടുക്കാം. നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. കുഴച്ചെടുക്കാൻ അല്പം പാടാണെങ്കിലും ടൈം എടുത്ത് നമുക്ക് കുഴച്ചെടുക്കാം. അതിനുശേഷം നമുക്കിത് ആവശ്യമുള്ള തിക്നെസ്സിൽ ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. പല തിക്നെസ്സിൽ പല ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കാറുണ്ട്. നമ്മൾ സാധാരണ ഇതുപോലെയാണ് ചെയ്യുന്നത്. ഒരു മീഡിയം തിക്നെസ്സിൽ നമ്മൾ ഇതുപോലെ മാവ് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ നീളത്തിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്താക്കി വയ്ക്കാം. ഇനി നമുക്ക് ഓരോ കഷ്ണങ്ങളും ഇതുപോലെ ചരിച്ചൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മളിവിടെ ഒരു മീഡിയം വലിപ്പത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം നടുവിലോട്ട് ഒരു വെട്ടിട്ട് കൊടുക്കാം. ഇതാണ് നമ്മൾ നോർമലി കണ്ടുവരാറ് വെട്ട് കേക്കിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത്. ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പൊരിച്ചെടുക്കാനായിട്ട് നമ്മളിവിടെ പാം ഓയിലാണ് എടുത്തിട്ടുള്ളത്. എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഒന്നിന് മുകളിൽ ഒന്ന് വരാത്ത രീതിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കേക്കിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ആണെങ്കിൽ ഇതുപോലെ തനിയെ മുകളിലോട്ട് പൊന്തി വരും. കറക്റ്റ് കൺസിസ്റ്റൻസി അല്ല എന്നുണ്ടെങ്കിൽ കേക്ക് ഇതുപോലെ എണ്ണയിലോട്ട് ഇടുമ്പോൾ പിരിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. നല്ലോണം മൊരിഞ്ഞ് 2 സൈഡും ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ കളറായി കഴിയുമ്പോഴേക്കും നമുക്ക് എണ്ണയിൽ നിന്നും പൊരിച്ച് കോരാവുന്നതാണ്. നമ്മൾ ഈ വെട്ട് കേക്കൊക്കെ സെയിൽ ചെയ്യാറുണ്ട്. നമുക്ക് ഏറ്റവും കൂടുതൽ സെയിലായി പോകുന്ന ഐറ്റമാണ് ഈ ചെറിയ സൈസിലുള്ള വെട്ട് കേക്ക്. അത് നമ്മൾ പാക്കറ്റിലാക്കിയാണ് സെയിൽ ചെയ്യാറ്. ഗ്രാം കണക്കിലാണ് അത് കൊടുക്കുന്നത്. അതും നമ്മളിതുപോലെ ചെറിയ സൈസിൽ കട്ട് ചെയ്തെടുത്ത് പൊരിച്ചെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെട്ട് കേക്കിൻ്റെ റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.